ഷിരൂരിൽ അർജുന്റെ രക്ഷാദൗത്യത്തിനുള്ള ഡ്രഡ്ജിംഗ് യന്ത്രം തൃശൂരിൽ സജ്ജം. എന്നാൽ യന്ത്രം ഷിരൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം അനുമതി നൽകിയില്ല. ഗംഗാവലിപ്പുഴയിലെ ഒഴുക്കിൽ യന്ത്രം പ്രവർത്തിപ്പിക്കാനാകുമോ എന്നതാണ് അനുമതി വൈകാനിടയാക്കുന്നത്. സൂരജ് സജി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി. സൂരജ്, ഇത് ഗംഗാവലിപ്പുഴയിലേക്ക് അല്ലെങ്കിൽ കർണാടകയിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർണ്ണമാണോ? ഇനി ആ ഒരു അനുമതിയുടെ മാത്രം കാത്തുനിൽപ്പാണോ? തീർച്ചയായും ഗോകുൽ, അത്തരത്തിൽ തന്നെയാണ്. ഇനിയൊരു അനുമതിയുടെ അകലം മാത്രമേ ഉള്ളൂ. ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ അക്കാണുന്നതാണ് അർജുന്റെ രക്ഷാദൗത്യത്തിന് പോകേണ്ട ഡ്രഡ്ജിംഗ് യന്ത്രം. അത് സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ തൃശൂർ ജില്ലാ ഭരണകൂടത്തിന്റെ ഉൾപ്പെടെയുള്ള പരിശോധനകൾ പൂർത്തിയായി. തൃശൂർ ജില്ലാ കളക്ടർ ഇന്നലെ നേരിട്ടെത്തി ഈ യന്ത്രം പരിശോധിച്ചുകൊണ്ട് കർണാടകയുടെ അനുമതി ലഭിച്ചാൽ ഈ യന്ത്രം കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ഈ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി ഈ യന്ത്രം കൈമാറുന്നത് സംബന്ധിച്ച് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ യന്ത്രം കൈമാറ്റം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജലോപരിതലത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ഡ്രഡ്ജിംഗ് നടത്താൻ കഴിയും. അത് ചെറിയ സ്ഥലങ്ങളിൽ ഉൾപ്പെടെ ഡ്രഡ്ജിംഗ് നടത്താൻ കഴിയും എന്നുള്ളതാണ് ഈ യന്ത്രത്തിന്റെ പ്രത്യേകത. പക്ഷേ ഗംഗാവാലിപ്പുഴയുടെ ഒഴുക്കിനോട് മല്ലിട്ട് നിൽക്കാൻ ഈ ഡ്രഡ്ജിംഗ് യന്ത്രത്തിന് കഴിയുമോ എന്നുള്ളത് തന്നെയാണ് ഈ അനുമതി വൈകാൻ ഇടയാക്കുന്നത്. 2 മാസം മുൻപാണ് ഈ കോഴിക്കോട് നിന്ന് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഈ യന്ത്രം ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. പ്രത്യേകം പറഞ്ഞ് കാർഷിക സർവകലാശാലയുടെ ഗവേഷണ കേന്ദ്രം പ്രത്യേകം പറഞ്ഞ് തയ്യാറാക്കിയതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന യന്ത്രം. ഈ തൃശ്ശൂരിന്റെ കോൾപ്പാടങ്ങളിലടക്കം ഈ ഡ്രഡ്ജിംഗ് നടത്തുന്നതിന് ഈ പോളപ്പായലടക്കം ശക്തമായ മേഖലയാണ്. ഇവിടെ ഈ ചെളിയും അതോടൊപ്പം തന്നെ ഈ പോളപ്പായലും അടക്കം നീക്കം ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം പറഞ്ഞ് തയ്യാറാക്കിയതായിരുന്നു ഈ ഡ്രഡ്ജിംഗ് യന്ത്രം. പക്ഷേ ഈ യന്ത്രത്തിന് ഗംഗാവാലി പുഴയിൽ എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയും, അതിന്റെ ഒഴുക്കിൽ എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയും എന്നത് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ച് ആശങ്കയുണ്ട്. അതാണ് ഈ യന്ത്രത്തിന് അനുമതി വൈകാൻ ഇടയാക്കുന്നത്. അങ്ങനെ ഒഴുക്കിനോട് മല്ലിട്ട് നിൽക്കാൻ ഈ യന്ത്രത്തിന് കഴിയുമോ എന്നതിൽ ഒരു ആശങ്കയുണ്ട്. എന്നാൽ പോലും ഇതാണ് ദൃശ്യങ്ങളിൽ കാണുന്നതാണ് തൃശ്ശൂരിലെ ഡ്രഡ്ജർ. ഇത് കാർവാറിലേക്ക് എത്തിക്കുന്നതിനാണ് ആലോചനകൾ നടക്കുന്നത്. പക്ഷേ അതിന് ജില്ലാ ഭരണകൂടം, ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുമതി ലഭിക്കേണ്ടതുണ്ട്. തൃശ്ശൂരിൽ നിന്ന് ഈ ഉപകരണം കൊണ്ടുപോകാൻ, ഈ യന്ത്രം കൊണ്ടുപോകുവാനുള്ള സാങ്കേതികമായ എല്ലാ കാര്യങ്ങളും സജ്ജം എന്നതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു അനുമതി മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. സൂരജ്, ആദ്യഘട്ടത്തിൽ ഈ ഓപ്പറേറ്റർ ഒരു തവണ അവിടെ ചെന്ന് ഈ ഗംഗാവലിപ്പുഴയിൽ ഈ യന്ത്രം പ്രവർത്തിപ്പിക്കാനാകുമോ എന്ന് പരിശോധിക്കുക, അതിനുശേഷം ഡ്രഡ്ജർ എത്തിക്കുക എന്നൊരു ആലോചനയാണല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം ഈ കാർവാർ അല്ലെങ്കിൽ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ചിട്ടുണ്ടല്ലോ. അത്തരത്തിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഇതിൻ്റെ ഓപ്പറേറ്ററെ വിളിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരുമായിട്ടോ ഇതിൻ്റെ നിലവിൽ ഇതിൻ്റെ നിയന്ത്രിക്കുന്ന വകുപ്പുമായി ബന്ധപ്പെടുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? ഗൂഗിൾ ഇത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന നിലവിൽ ഈ കാർഷിക സർവകലാശാലയുടെ തന്നെ ഗവേഷണ കേന്ദ്രവും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ കമ്മിറ്റി ഉണ്ട്, യന്ത്രവൽകൃത മിഷനുമുണ്ട്. അവർക്കാണ് ഈ യന്ത്രത്തിന്റെ, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ യന്ത്രത്തിന്റെ ചുമതല. ഇത് നിലവിൽ ഈ ഗവേഷണ കേന്ദ്രത്തിലെ വിദ്യാർത്ഥികൾ തന്നെയാണ് ഇടപെട്ടുകൊണ്ട് ഇതിന്റെ പരിശോധനകളും മറ്റും മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു പരിശോധനയിലേക്ക് കടക്കും. അതായത് പരിശോധന അത് അവിടെ നടത്തും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്നൊരു പ്രതിനിധി എത്തി ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരാൾ അവിടെ എത്തി പരിശോധന നടത്തണം. ആ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഒരു പക്ഷേ അനുമതി ലഭിക്കുക. അതിന്റെ ഭാഗമായിക്കൊണ്ടായിരിക്കണം ഈ അനുമതി വൈകുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ യന്ത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒഴുക്കിനെതിരെ നിൽക്കാൻ തൃശ്ശൂരിൽ നിന്നുള്ള ഡ്രഡ്ജറിൻ്റെ ദൃശ്യങ്ങളാണ്. ഇന്നലെയാണ് വൈകുന്നേരത്തെ അവലോകന യോഗത്തിൽ ഇത്തരത്തിൽ തൃശ്ശൂരിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കാം അല്ലെങ്കിൽ എത്തിക്കണമെന്നൊരു നിർദ്ദേശം മുന്നോട്ട് വരുന്നത്. അത് കേരള സർക്കാർ ആ ആവശ്യത്തോട് പോസിറ്റീവായാണ് പ്രതികരിച്ചത്. മണ്ണുത്തി കാർഷിക സർവകലാശാലയുടെ ഗവേഷണ കേന്ദ്രത്തിന് കീഴിലാണ് ഈ ഡ്രഡ്ജർ ഉള്ളത്. ഇവിടെ നിന്ന് അത് കൊണ്ടുപോകാനുള്ള സജ്ജീകരണം എല്ലാം തയ്യാറാണ്. പക്ഷേ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുമതിയാണ് ബാക്കിയാകുന്നത്.